എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ശാന്തമായി മുട്ടുമേൽ നിൽക്കാം. മുട്ടുമേൽ നിന്ന് ഈ ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് സ്വീകരിക്കാം. യെശയ്യാ 55:6 പ്രകാരം പറയുകയാണ്, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് സൃഷ്ടാവാണ്, അവൻ സൃഷ്ടി ചെയ്യുന്നവനാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയെ ആദരവോടെ സ്നേഹിക്കുക. ലോകത്തിൽ എവിടെയായിരുന്നാലും ഏത് രാജ്യത്തിലായിരുന്നാലും പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇപ്പോൾ ഈശോയെ ക്ഷണിക്കുക. അവൻ സൃഷ്ടാവാണ്, സൃഷ്ടി ചെയ്യുന്നവനാണ്. നിൻ്റെ കുടുംബത്തിൽ നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ അവിടുന്ന് സൃഷ്ടി നടത്തും. നിൻ്റെ ജീവിത വേദനകളിലേക്ക് കർത്താവ് കടന്നു വരും. അതുകൊണ്ട് ഒത്തിരി ആദരവോടെ നമ്മുടെ വീടുകളിലേക്ക് ഈശോയെ നമുക്ക് ക്ഷണിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോയുടെ വചനം ഓർക്കാം. നമ്മുടെ അധ്വാനവും ക്ഷീണവും എല്ലാം ഈശോയുടെ സന്നദ്ധയിൽ കൊടുത്ത് നമുക്കിന്ന് ഈ രാത്രിയിൽ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസിക്കണം, ഈ രാത്രിയിൽ കർത്താവ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരും, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും, എൻ്റെ കണ്ണുനീരൊപ്പാൻ കടന്നു വരും. ഒത്തിരി ആദരവോടെ നമുക്ക് കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ ആവശ്യങ്ങളൊന്ന് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ ദുഃഖപീഡകൾ, കണ്ണുനീര്, വേദനകളെല്ലാം നമുക്ക് നോർക്കാം. എവിടെയാണ് സൗഖ്യം ആവശ്യമുള്ളത്, എവിടെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം ആവശ്യമുള്ളത്, ആ മേഖലയെ സമർപ്പിക്കാം. വിവാഹ തടസ്സമുള്ളവർ ആ മേഖല സമർപ്പിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് സമഗ്ര വിമോചകൻ, സർവ്വമേഖലയിലും സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് പറ്റും. വിശ്വസിക്കാം, ഈ രാത്രിയിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടി ചെയ്യും. ഈ രാത്രിയിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ഈ രാത്രി എൻ്റെ ദൈവം എന്നെ സ്വന്തമാക്കും. നമുക്കൊന്ന് കരങ്ങൾ തുറന്ന് പിടിച്ച്, കർത്താവേ, അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞ് ഇപ്പോൾ തന്നെ അന്വേഷിക്കാം. അവൻ അടുത്തുള്ളപ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കാം. കർത്താവിതാ അടുത്ത് വരുന്നു. വിളിച്ചപേക്ഷിക്കാൻ വേണ്ടി നമുക്കൊന്ന് എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച്, ജീവിതങ്ങളെ സമർപ്പിച്ച്, ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈശോ, 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 ഈശോ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കാം യേശുവിനെ കർത്താവായി,
പാടിപ്പുകഴ്ത്താം യേശുവിനെ കർത്താവായി, ആരാധിക്കാം യേശുവിനെ കർത്താവായി, പാടിപ്പുകഴ്ത്താം യേശുവിനെ കർത്താവായി, പ്രഘോഷിക്കാം യേശുവിനെ കർത്താവായി, പങ്കുവയ്ക്കാം യേശുവിനെ കർത്താവായി, പ്രഘോഷിക്കാം യേശുവിനെ കർത്താവായി, പങ്കുവയ്ക്കാം യേശുവിനെ കർത്താവായി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധിക്കാം യേശുവിനെ കർത്താവായി, പാടിപ്പുകഴ്ത്താം യേശുവിനെ കർത്താവായി, പ്രഘോഷിക്കാം യേശുവിനെ കർത്താവായി, പങ്കുവയ്ക്കാം യേശുവിനെ കർത്താവായി, പ്രഘോഷിക്കാം യേശുവിനെ കർത്താവായി, പങ്കുവയ്ക്കാം യേശുവിനെ കർത്താവായി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ നീ സത്യദൈവം, യേശുവേ നീ ലോകരക്ഷകൻ, യേശുവേ നീ സത്യദൈവം, യേശുവേ നീ ലോകരക്ഷകൻ, യേശുവേ നീ ഏകരക്ഷകൻ, യേശുവേ നീ സമഗ്രമോചകൻ, യേശുവേ നീ ഏകരക്ഷകൻ, യേശുവേ നീ സമഗ്രമോചകൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. വാഴ്ത്തിപ്പാടാം യേശുവിൻ്റെ മനുഷ്യാവതാരം, പ്രഖ്യാപിക്കാം യേശുവിൻ്റെ പീഡാസഹനം, വാഴ്ത്തിപ്പാടാം യേശുവിൻ്റെ മനുഷ്യാവതാരം, പ്രഖ്യാപിക്കാം യേശുവിൻ്റെ പീഡാസഹനം, പ്രഘോഷിക്കാം യേശുവിൻ്റെ മരണോത്ഥാനം, കാത്തിരിക്കാം യേശുവിൻ്റെ രണ്ടാം വരവ്, പ്രഘോഷിക്കാം യേശുവിൻ്റെ മരണോത്ഥാനം, കാത്തിരിക്കാം യേശുവിൻ്റെ രണ്ടാം വരവ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം ബോധ്യത്തോടെ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് നമ്മുടെ വിശ്വാസം ആഘോഷിക്കാം. യേശു ദൈവമാണ് എന്ന വിശ്വാസം ഉച്ചസ്ഥരം പ്രഘോഷിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം ആഘോഷിക്കാം. യേശുവേ നീ പാപമോചകൻ, യേശുവേ നീ മുക്തിദായകൻ, യേശുവേ നീ പാപമോചകൻ, യേശുവേ നീ മുക്തിദായകൻ,
യേശുവേ നീ സ്നേഹദായകൻ, യേശുവേ നീ സൗഖ്യദായകൻ, യേശുവേ നീ സ്നേഹദായകൻ, യേശുവേ നീ സൗഖ്യദായകൻ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. വാഴ്ത്തിപ്പാടാം യേശുവിൻ്റെ മനുഷ്യാവതാരം, പ്രഖ്യാപിക്കാം യേശുവിൻ്റെ പീഡാസഹനം. വാഴ്ത്തിപ്പാടാം യേശുവിൻ്റെ മനുഷ്യാവതാരം, പ്രഖ്യാപിക്കാം യേശുവിൻ്റെ പീഡാസഹനം. പ്രഘോഷിക്കാം യേശുവിൻ്റെ മരണോദ്ധാനം, കാത്തിരിക്കാം യേശുവിൻ്റെ രണ്ടാം വരവ്. പ്രഘോഷിക്കാം യേശുവിൻ്റെ മരണോദ്ധാനം, കാത്തിരിക്കാം യേശുവിൻ്റെ രണ്ടാം വരവ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധിക്കാം യേശുവിനെ കർത്താവായി, പാടിപ്പുകഴ്ത്താം യേശുവിനെ കർത്താവായി, പ്രഘോഷിക്കാം യേശുവിനെ കർത്താവായി, പങ്കുവയ്ക്കാം യേശുവിനെ കർത്താവായി, പ്രഘോഷിക്കാം യേശുവിനെ കർത്താവായി, പങ്കുവയ്ക്കാം യേശുവിനെ കർത്താവായി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 യേശുവേ 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 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. അതേ കർത്താവേ, സമഗ്ര മോചനത്തിനായി ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുനോവ് അനുഭവിക്കുകയാണ്. അങ്ങയിൽ നിന്ന് പുറപ്പെടുന്ന രക്ഷാകരമായ സ്നേഹം ഞങ്ങളിപ്പോൾ സ്വതന്ത്രമാക്കാൻ പോകുന്നത് വിശ്വാസം ഞങ്ങൾ കാണുകയാണ്. കർത്താവേ, പൗലോസിന്റെ ആ ദീനരോധനം, പൗലോസ് റോമാലേഖനം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്, വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ദുരിതപൂർണനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി. ദൈവത്തിന് നന്ദി. ഈശോയെ,
ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന പാപ ആധിപത്യത്തിൽ നിന്ന് നാഥ നീ എന്നെ മോചിപ്പിക്കും എന്നതാണല്ലോ സദ്വാർത്ത, സുവിശേഷം. ആമേൻ. ഈശോയെ, ഈശോയേ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഈ രാത്രിയിൽ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നു. ആമേൻ. തിരിച്ചറിവായ അന്ന് മുതൽ പല തിന്മകളുടെയും അടിമയായി എനിക്ക് ഇന്നേ വരെ സമ്പൂർണ്ണ മോചനം ഉണ്ടായിട്ടില്ല നാഥ. ആമേൻ. കുഷ്ഠരോഗി പറഞ്ഞതുപോലെ ഞാനും പറയുന്നു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആമേൻ. മാലാഖ ഔസേപ്പിനോട് പറഞ്ഞു, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ മോചനം ക്ലെയിം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അടിമത്തത്തിലാക്കുന്ന പാപബന്ധനങ്ങൾ തകരട്ടെ, തഴക്കദോഷങ്ങൾ നശിക്കട്ടെ, ഞങ്ങൾ സ്വതന്ത്രരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. കർത്താവായ യേശുവേ, ദൈവപുത്ര, എന്നെ രക്ഷിക്കണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, എന്നെ രക്ഷിക്കണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, എന്നെ രക്ഷിക്കണമേ. മനസ്സാകണേ യേശുവേ, എന്നെ രക്ഷിക്കണമേ. മനസ്സാകണേ യേശുവേ, എന്നെ രക്ഷിക്കണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, എന്നെ രക്ഷിക്കണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, എന്നെ രക്ഷിക്കണമേ. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ് എന്ന് റഫായേൽ മാലാഖയിലൂടെ തോബിത്തിനോട് പറഞ്ഞ ദൈവമായ കർത്താവേ, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. അതേ കർത്താവേ, ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം ലഭിക്കേണ്ട വിടുതൽ, മോചനം, സൗഖ്യം, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലാണ്. കർത്താവായ യേശുവേ, അങ്ങയ്ക്ക് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ, അങ്ങയ്ക്ക് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളെയും ലോകത്തിലെ മുഴുവൻ പേരെയും പാപത്തിന്റെ അടിമത്തുന്നതിന് രക്ഷിക്കുവാൻ യേശുവേ വരണമേ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം വിശ്വാസയോഗ്യമാണ്. ഞാൻ പാപികൾ ഒന്നാമനാണ് എന്ന് പറഞ്ഞ പൗലോസിനൊപ്പം ഞങ്ങളും പറയുന്നു, യേശുവേ വരണമേ, പാപമോചക വരണമേ, വിശദീകരിക്കാൻ വരണമേ. ദൈവപുത്ര, എന്നെ രക്ഷിക്കണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, എന്നെ രക്ഷിക്കണമേ. മനസ്സാകണേ യേശുവേ, എന്നെ
ദൈവത്തോടുള്ള ഗാഢ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നിടത്തോളം കാലം ദുരിതമോ ദുഃഖമോ മരണം പോലുമോ ലോകത്തിൽ ഉണ്ടായിരുന്നില്ല. ദൈവവുമായുള്ള ഗാഢ സ്നേഹബന്ധത്തിൽ ആദി മനുഷ്യൻ കഴിഞ്ഞിരുന്നിടത്തോളം കാലം ദുഃഖമോ ദുരിതമോ മരണം പോലുമോ ഉണ്ടായിരുന്നില്ല. കർത്താവായ യേശുവേ, അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഒരു പ്രധാന തടസ്സമാണ് നാഥ ഞങ്ങൾ അനുഭവിക്കുന്ന മനക്ലേശങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ഹൃദയഭാരങ്ങൾ, ഞങ്ങളെ അലട്ടുന്ന നിരവധിയായ സങ്കീർണ പ്രശ്നങ്ങൾ. കർത്താവായ യേശുവേ, അങ്ങ് തന്നെ അരുളി ചെയ്തു, ഞാൻ ആകുന്നു അതിനുള്ള വഴി, അത് പരിഹരിക്കാനുള്ള വഴി ഞാൻ ആകുന്നു, വഴിയും സത്യവും ജീവനും എന്നരുളിയ ഈശോയെ, ഞങ്ങൾ അങ്ങേ പക്കലേക്ക് ഞങ്ങളുടെ കണ്ണുനീരും ദുഃഖവും സങ്കടവും സമർപ്പിക്കുവാനായിട്ട് വരുന്നു. കരയണ്ട എന്ന് ന്യായൻ വിധവയോട് അങ്ങ് അരുളി ചെയ്തപ്പോൾ തന്നെ അവളുടെ കണ്ണുനീരിൻ്റെ ഉറവിടത്തിലേക്ക് അങ്ങ് എത്തി. അവിടുന്ന് അവൾ നിത്യമായ സമാധാനത്തിലേക്ക് അയച്ചു. ഈശോയെ, അങ്ങ് പറഞ്ഞല്ലോ, സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഈശോയെ, ഞങ്ങൾ നാളുകളായിട്ട് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ദുഃഖത്തിലേക്ക്, സങ്കടങ്ങളിലേക്ക്, ഭാരത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരുമില്ലാത്തതിൻ്റെയും ഒറ്റപ്പെടുത്തപ്പെട്ടതിൻ്റെയും സങ്കടങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. ഞങ്ങൾക്ക് ആരുമില്ല എന്ന് ഞങ്ങൾ ഓർത്ത് അലയുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ശബരിയിൽ മന്ത്രിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട. കർത്താവായ യേശുവേ, ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ, സ്നേഹിക്കാൻ ആരുമില്ല എന്നതിൻ്റെ, മനസ്സിലാക്കാൻ ആരുമില്ല എന്നതിൻ്റെ വേദനയിലേക്ക് അങ്ങ് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ, രക്ഷിക്കണമേ. സങ്കീർത്തകൻ കൂടെ ഞങ്ങളും പറയുന്നു, കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? സങ്കീർത്തനം 73:25 വാക്യം. കൊട്ടാരവും കണക്ക് കൂട്ടാൻ പറ്റാത്ത സ്വത്തും സൗകര്യങ്ങളും ഉണ്ടായിരുന്ന രാജാവായ ദാവീദിന്റെ തിരിച്ചറിവാണിത്. ഈ ലോകത്തിലെ ഒന്നിനും ദാവീദിനെ സ്വസ്ഥതപ്പെടുത്താൻ സാധിച്ചില്ല, അതിനൊന്നിനും ദാവീദിനെ ആശ്വസിപ്പിക്കാൻ സാധിച്ചില്ല. ദാവീദ് വിലപിച്ചുകൊണ്ട് പറയുകയാണ്, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. കണ്ണുകൾ അടച്ചു പിടിച്ച് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളും വേദനകളും നമ്മെ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കാൻ അടുത്തേക്ക് വരുന്നു. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണെനിക്കുള്ളത് യേശുവേ? സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണെനിക്കുള്ളത് യേശുവേ? ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാനാരെയും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാനാരെയും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ
ലോകത്തിൽ അങ്ങല്ലാതെ ആരാണെനിക്കുള്ളത് യേശുവേ. ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാനാരെയും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാനാരെയും ആഗ്രഹിക്കുന്നില്ല. ഈശോയെ, അങ്ങയുടെ സമൃദ്ധമായ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ അതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നില്ല. ഈശോയെ, എന്നെ ദ്രോഹിച്ചവരോടും എന്നെ വെറുത്തവരോടും എന്നെ ഉപേക്ഷിച്ചവരോടും എന്നെ തള്ളിക്കളഞ്ഞവരോടും പൂർണ്ണമായി ക്ഷമിക്കാൻ മാത്രമല്ല അവരെ അത്യധികമായി സ്നേഹിക്കാൻ തക്കവിധം അങ്ങയുടെ സുഖപ്പെടുത്തുന്ന സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിയണമേ. ഭൂമിയിൽ ആരിൽ നിന്നും പ്രതിനന്ദിയോ സ്നേഹവാക്കുകളോ മറ്റെന്തെങ്കിലും പ്രത്യുപകാരമോ ആഗ്രഹിക്കാത്ത വിധം അവരെ സ്നേഹിക്കാൻ കർത്താവേ എന്നെ പ്രാപ്തനാക്കണമേ. അതിനാവശ്യമായിടത്തോളം വിടുതലും സൗഖ്യവും എനിക്ക് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം കർത്താവേ എൻ്റെ മേൽ ചൊരിയണമേ. യേശുവേ, ഭൂമിയിൽ ആരുടെ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കത്തക്കവണ്ണം, ഭൂമിയിൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കത്തക്കവണ്ണം എൻ്റെ ഹൃദയം നിറയെ നാഥ നിന്റെ സ്നേഹത്തെ ചൊരിയണമേ, നിന്റെ സ്നേഹത്തെ ചൊരിയണമേ. സൂര്യൻ ഉദിച്ചുയർന്നു നിൽക്കുമ്പോൾ മെഴുകുതിരി വെട്ടം ആവശ്യമില്ലാത്തതുപോലെ, സൂര്യൻ ഉജ്ജ്വല പ്രഭയോടെ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ മെഴുകുതിരി വെട്ടം ആവശ്യമില്ലാത്തതുപോലെ, യേശുവേ നിന്റെ അനന്തമായ സ്നേഹം, നീളവും വീതിയും ആഴവും ഉയരവും അളക്കാൻ പറ്റാത്ത ആ ദിവ്യ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞ് കർത്താവേ എന്നെ സമാധാനത്തിന്റെ, ശാന്തതയുടെ, സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടൊപ്പം അങ്ങേ സ്നേഹത്തിൻ നീളവും വീതിയും ആഴവും ഉയരവും അറിയുവാനായി ഞങ്ങൾക്കിന്നു ശക്തി നൽകണേ. ഞങ്ങൾക്കിന്നു ശക്തി നൽകണേ. എല്ലാ വിശുദ്ധരോടൊപ്പം അങ്ങേ സ്നേഹത്തിൻ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാനായി ഞങ്ങൾക്കിന്നു ശക്തി നൽകണേ. ഞങ്ങൾക്കിന്നു ശക്തി നൽകണേ. ദാഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. എല്ലാ വിശുദ്ധരോടൊപ്പം അങ്ങേ സ്നേഹത്തിൻ നീളവും വീതിയും
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് നാഥ നീ അരുൾ ചെയ്ത നിമിഷം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരിലേക്കും നിന്റെ ആശ്വാസത്തിൻ്റെ നദി പരന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അധ്വാനിക്കുന്നവരും ഭാരപ്പെടുന്നവരും എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവേ, അങ്ങ് ഒരു വാക്കരുളി ചെയ്താൽ അത് അപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. സംഭവിക്കട്ടെ. സമാധാനമില്ലാത്ത ദുഃഖാർത്ഥരായ ഞങ്ങൾ നിന്റെ നാമത്തിൽ സമാധാനം പ്രാപിക്കട്ടെ. ദുഃഖവും നിരാശയും ഭയവും ഞങ്ങളെ വിട്ടുപോകട്ടെ കർത്താവേ. ആകുലതയും ആധിയും ആശങ്കയും ഞങ്ങൾ വിട്ടുപോകട്ടെ കർത്താവേ. ഭാവിയെ പിന്നെ ഉത്കണ്ഠ ഞങ്ങളെ വിട്ടുപോകട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളെയെ പറ്റി നിങ്ങൾ ആകുലരാകരുത് എന്ന് ഞങ്ങളോട് കൽപ്പിച്ച കർത്താവേ, നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത് എന്ന് കൽപ്പിച്ച കർത്താവേ, അങ്ങയുടെ ആജ്ഞാ വചനം ഞങ്ങളെ ആകുലത എടുത്ത് കളയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് തീരുമാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ ആകുലതയും ഉത്കണ്ഠയും ഉപേക്ഷിക്കുന്ന കർത്താവേ, യേശുവേ, 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 യേശുവേ. വിശുദ്ധ മത്തായി സുവിശേഷകൻ ഇപ്രകാരം പറയുകയാണ്: അവൻ യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. യേശുവേ, അങ്ങയുടെ മരണത്തിനു മുമ്പ് അങ്ങയുടെ പാദസ്പർശമേറ്റത് ഗലീല മുഴുവനും മാത്രമായിരുന്നെങ്കിൽ ഉത്ഥാനം ചെയ്തതോടെ ലോകത്തിന്റെ അതിർത്തികൾ വരെയും അങ്ങിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഗികളുടെ അടുത്തെല്ലാം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, 38 വർഷം കിടപ്പിലായ രോഗിയുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് ചോദിച്ചില്ലേ, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്? അത് ഈശോയെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള എല്ലാ രോഗികളുടെ അടുത്തേക്കും അങ്ങ് ഓടി ചെല്ലുകയാണ്. ഇപ്പോൾ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. കാരണം എല്ലാ വ്യാധികളുടെ മേലും എല്ലാ രോഗങ്ങളുടെ മേലും പരമാധികാരമുള്ളവനാണ് യേശുവേ നീ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, നിന്റെ ആഗമനത്തിന് 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യ ദീർഘദർശനം കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ: നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവിച്ചു കഴിഞ്ഞു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ രോഗങ്ങളുമായി അങ്ങയെ സമീപിക്കുന്നു. ഞങ്ങളുടെ വ്യാധികൾ അങ്ങയുടെ പാദങ്ങൾ അർപ്പിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത മാറാ രോഗങ്ങളും തീരാവ്യാധികളും അങ്ങയുടെ പാദങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, മരിച്ച് 4 നാൾ കഴിഞ്ഞ ലാസറിന്റെ കുഴിമാട്ടിൽ നിന്നുകൊണ്ട് ലാസറേ അങ്ങ് വിളിച്ചപ്പോൾ അവൻ പുറത്തു വന്നതുപോലെ മാറാ രോഗികളും തീരാവ്യാധിക്കാരും അങ്ങയുടെ ആജ്ഞാസ്വരം കേട്ട് സൗഖ്യം പ്രാപിക്കട്ടെ. അവൻ വചനം അയച്ചവനെ സുഖപ്പെടുത്തി. ഒറ്റ വാക്കുകൊണ്ട് അവനെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശതാധിപന്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ശതാധിപന്റെ ഭൃത്യൻ രോഗിയായി വീട്ടിൽ കിടക്കുന്നറിഞ്ഞപ്പോൾ ഈശോയെ ആ വീട് വരെ ചെന്ന് പ്രാർത്ഥിക്കുവാൻ പോകുവാൻ അങ്ങ് തിരുവുള്ളമായി. എന്നാൽ ശതാധിപൻ വിജാതീയനായ ആ പട്ടാള മേലുദ്യോഗസ്ഥൻ അങ്ങയുടെ മുൻപിൽ കീഴടങ്ങിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അങ്ങ് ദൂരെ എൻ്റെ വീട്ടിൽ കിടക്കുന്ന വൃദ്ധൻ അങ്ങയുടെ ഒരാജ്ഞാ സ്വരം കൊണ്ട് മാത്രം സൗഖ്യപ്പെട്ടുകൊള്ളും. കാരണം അങ്ങയ്ക്ക് അവയുടെ മേൽ, രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഈശോയെ, ശതാധിപന്റെ വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ രോഗികൾ, ഇത്ര ദിവസത്തിനകം മരിച്ചു പോകുമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ രോഗികൾ, ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കണക്ക് കൂട്ടുന്നവർ, ഇവരുടെ മേലെല്ലാം കർത്താവായ യേശുവേ അങ്ങേക്ക് സൗഖ്യം അയക്കാൻ സാധിക്കും. കാരണം അങ്ങ് ജീവനും പുനരുദ്ധാനവുമാണ്. അങ്ങാണ് ജീവന്റെ ഉറവിടം. എല്ലാത്തിനെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവൻ അവിടുന്നാണ്. അവിടുത്തേക്ക് എല്ലാത്തിനും അധികാരമുണ്ട്. കർത്താവായ യേശുവേ, അങ്ങ് കൽപ്പിക്കുക, അങ്ങ് കൽപ്പിക്കുക. പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന എല്ലാ രോഗികളുടെ മേലും അങ്ങയുടെ മഹത്വം പ്രകാശിക്കട്ടെ. അങ്ങയുടെ ശക്തി അവരെ വലയം ചെയ്യട്ടെ. കർത്താവായ യേശുവേ, അങ്ങ് കൽപ്പിച്ചാൽ എല്ലാവരും സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ, ശതാധിപന്റെ വിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, അങ്ങ് ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അൾത്താറിൽ നിന്ന് അങ്ങയുടെ ശക്തി ഒഴുകട്ടെ. ലോകത്തിന്റെ സീമകളിലേക്ക്, അതിർത്തികളിലേക്ക്, വിശ്വാസ രോഗികളിലേക്ക് അങ്ങയുടെ ശക്തി പുറപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എൻ്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എൻ്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി കർത്താവേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. വിശ്വാസത്തോടെ പാടാം. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ, നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. കർത്താവിൻ്റെ
കരുണാർദ്രമായ സ്നേഹത്തെ സ്വീകരിക്കാം. 19 വർഷങ്ങളായി സന്താന ഭാഗ്യമില്ലാത്ത ഒരു കുടുംബത്തിന് കർത്താവ് കരുണാപൂർവം 19 വർഷത്തെ ദുഃഖം മാറ്റി ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജപ്തി വന്നിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് തകർച്ച നീക്കി ഉദ്ധരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകാലിന് സർജറി വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള 3 പേരെ ദൈവമായ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗർഭിണിയായ ഒരു മകളുടെ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ ഹൃദയ സംബന്ധമായ രോഗം കർത്താവ് ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്താവ് ബലം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. വീൽ ചെയറിൽ കഴിയുന്ന ഒരാളെ കർത്താവ് എഴുന്നേൽപ്പിച്ച് സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യാൻസർ രോഗിയായ മേരിയെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിൻസെന്റ് എന്നൊരാളെ കിഡ്നി രോഗം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കശേരുക്കൾ അകലുന്ന ക്ലാര എന്നു പേരുള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഹെർണിയ രോഗം ഈശോ നീക്കം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾവി ശക്തി കുറഞ്ഞു പോയ 4 പേർക്ക് കേൾവി ശക്തി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വയറ്റിൽ മുഴയുള്ള ജോസിനെ ദൈവമായ കർത്താവ് സന്ദർശിച്ച് സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 10 വർഷങ്ങളായി പരസ്പരം കലഹിച്ച് വേറെ വേറെ ജീവിക്കുന്ന ഒരു ദമ്പതിയെ ദൈവമായ കർത്താവ് തന്റെ ദിവ്യസ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മേഴ്സി എന്ന മകൾക്ക് സന്താന ഭാഗ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പിത്താശയത്തിൽ കല്ലുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹാർട്ട് രോഗിയായ മറിയത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേക വർഷങ്ങളായി വിട്ടുമാറ തലവേദന കൊണ്ട് ഞെരുങ്ങുന്ന 3 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. 2 കിഡ്നി രോഗികളെ കൂടെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിവർ സിറോസിസ് ഉള്ള 2 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. 11 വർഷങ്ങളായി മക്കളില്ലാതെ ക്ലേശിക്കുന്ന ഒരു കുടുംബത്തിന് കർത്താവ് സന്താനം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസം മുട്ടലുള്ള സിമിയെ ദൈവമായ കർത്താവ് തൊടുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആക്സിഡന്റിന് ശേഷം ഗുരുതരാവസ്ഥ കഴിയുന്ന ഒരു മകനെ അവനായിരിക്കുന്നിടത്ത് കർത്താവ് ചെന്ന് സന്ദർശിച്ച് സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയ ഒരു മകനെ കർത്താവ് തിരിച്ചു കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 15 വർഷത്തോളമായി ത്വക്ക് അലർജിയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. നട്ടെല്ല് വളഞ്ഞിരിക്കുന്ന സ്റ്റീഫനെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയുമായുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധം എന്താണെന്ന് പരിശോധിക്കാൻ ഒത്തിരി പേരെ കർത്താവ് സ്പർശിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. മദ്യപാനത്തിന്റെ
നിത്യ അടിമകളായിരുന്ന 12 പേരെ ഈശോ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ബ്രെയിൻ ട്യൂമർ ഉള്ള റോസ് എന്നാളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ള 3 പേരെ ഈശോ തൊടുന്നു. തോൾ എല്ലാ സ്ഥാനം തെറ്റി ഊരിപ്പോകുന്ന 2 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ബീന എന്ന മകളുടെ യൂട്രസിലെ മുഴ ഈശോ നീക്കം ചെയ്യുന്നു. എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത ത്വക്കലർജിയുള്ള 8 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി. അൾസർ രോഗിയായ പോളിനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കരങ്ങളടിച്ച് നമ്മുടെ മധ്യത്തിൽ രാജാതിരാജായി വാഴുന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 യേശുവേ നന്ദി. മുട്ടുമേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈശോ നന്ദി, ഈശോ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ, ഈശോ, 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 യേശുവേ, യേശുവേ. ഈശോ, 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 എൻ്റെ 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 ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ, കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ, കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ല